ഹായ് ഫ്രണ്ട്സ്, 2024 ജനുവരി 24 വരെയുള്ള ഒരു ഡാറ്റ പ്രകാരം 5309 സ്റ്റോക്കുകളാണ് BSEയിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇതേപോലെ NSEയിൽ 2266 സ്റ്റോക്കുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ 5000-ലേറെ സ്റ്റോക്കുകൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാം. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടുമ്പോൾ ഈ സ്റ്റോക്കുകളിൽ നമ്മൾ എൻട്രി എടുക്കുമ്പോൾ നമുക്ക് കൃത്യമായൊരു ഡയറക്ഷൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അപ്പോൾ അത്തരം ഗൈഡൻസുകൾ നൽകാൻ, അല്ലെങ്കിൽ അത്തരം ഒരു ഡയറക്ഷൻ നൽകാൻ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതെന്ന് ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ വേണ്ടി സ്റ്റോക്ക് മാർക്കറ്റുകൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഇൻഡെക്സുകളെ അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻഡെക്സുകൾ എന്നാൽ സ്റ്റോക്കുകളെ ഗ്രൂപ്പ് ആക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് NSE നിഫ്റ്റി 50 ഇൻഡെക്സ് ഉണ്ട് എന്ന് നമുക്കറിയാം. അതേപോലെ BSE സെൻസെക്സ് 30 ഇൻഡെക്സും ഉണ്ട്. ഇത് ബ്രോഡ് ബേസ്ഡ് മാർക്കറ്റ് ഇൻഡെക്സുകളാണ്. അപ്പോൾ ഇൻഡെക്സുകൾ എന്ന് പറഞ്ഞാൽ സ്റ്റോക്കുകളെ ഗ്രൂപ്പ് ആക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. ഉദാഹരണത്തിന് NSEയിൽ നിഫ്റ്റി 50 ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ അവർ ചെയ്യുന്നത് ടോപ്പ് 50 ബ്ലൂ ചിപ്പ് കമ്പനികളുടെ ആ ഒരു വിലയുടെ ചേഞ്ചസ്, ഓരോ ദിവസവും ഉണ്ടാകുന്ന ചേഞ്ചസിൻ്റെ ആകെത്തുകയാണ് നമുക്ക് നിഫ്റ്റി 50 എന്ന പേരിലുള്ള ഇൻഡെക്സിൽ നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നിഫ്റ്റി ഉയരത്തിലേക്ക് പോയി അല്ലെങ്കിൽ താഴോട്ട് വന്നു എന്നൊക്കെ പറയുന്നത്. ഇതേപോലെ സെൻസെക്സ് BSEയിലുള്ള ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അതിൽ 30 സ്റ്റോക്കുകളാണുള്ളത്. ഈ 30 സ്റ്റോക്കുകളും ഇതേപോലെ ടോപ്പ് 30 ബ്ലൂ ചിപ്പ് കമ്പനികളാണ്. ഈ കമ്പനികളുടെ പ്രൈസ് മൂവ്മെൻറ്റിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ മൊത്തത്തിലുള്ള മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഈ ഒരു ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ നോക്കിക്കൊണ്ട് നമ്മളൊരു അനുമാനത്തിലെത്തുകയാണ്. അത് പൂർണ്ണമായും ശരിയാണ് എന്നതിന് അർത്ഥമില്ല. കാരണം ഇതിപ്പോൾ നിഫ്റ്റി 50യിലെ സ്റ്റോക്കുകൾ മുന്നോട്ട് പോയാൽ ചിലപ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിലെ സ്റ്റോക്കുകൾ താഴോട്ടേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ മൊത്തത്തിലുള്ള മാർക്കറ്റിനെ നമ്മൾ കണക്കൂട്ടുന്നത് നിഫ്റ്റി 50യെ ബേസ് ചെയ്ത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു അനാലിസിസിന് വേണ്ടി പല വിധത്തിലുള്ള ഇൻഡെക്സുകളും ആവശ്യമായിട്ട് വരും. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സെക്ടർ മുന്നോട്ടാണോ അല്ലെങ്കിൽ പിറകോട്ടാണോ പോകുന്നത് എന്ന് നമുക്ക് നിഫ്റ്റി 50യുടെ സൂചിക വെച്ചിട്ട് പറയാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേറെ തന്നെ ഇൻഡെക്സുകൾ വേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ് റൂമിൽ 15 ആൺകുട്ടികളും 15 പെൺകുട്ടികളുമുള്ള ഒരു ക്ലാസ് റൂമാണെന്ന് കരുതുക. അവിടെ ഒരു പരീക്ഷയുടെ റിസൾട്ട് വന്നു. അപ്പോൾ ഓവറോൾ പരീക്ഷ റിസൾട്ട് 90% വിജയ ശതമാനം. പെൺകുട്ടികളുടെ വിജയ ശതമാനം എത്ര, ആൺകുട്ടികളുടെ വിജയ ശതമാനം എത്ര എന്ന് നമുക്ക് ആ ഒരു സൂചികയിൽ നിന്ന് മനസ്സിലാവില്ല. അതിനുവേണ്ടി നമ്മൾ പെൺകുട്ടികളുടെ വേറെയും ആൺകുട്ടികളുടെ വേറെയും മാർക്കുകൾ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഒരു നിഗമനത്തിൽ എത്തേണ്ടി വരും. ഇതേപോലെ തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് ടോപ്പ് സെക്ടേഴ്സ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടർ, അല്ലെങ്കിൽ ഓട്ടോ സെക്ടർ, IT സെക്ടർ, അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടർ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സർവീസസ് സെക്ടർ, മീഡിയ, ഇങ്ങനെയുള്ള വേറെ വേറെ സെക്ടറുകൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയണമെങ്കിൽ ആ സ്റ്റോക്കുകൾ വേറെ വേറെ ഗ്രൂപ്പുകളാക്കിയിട്ട് അതിനെ വിലയിരുത്തേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ സെക്ടോറൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നിഫ്റ്റിക്ക് നിഫ്റ്റി ഓട്ടോ, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫാർമ, നിഫ്റ്റി ഹെൽത്ത് കെയർ, നിഫ്റ്റി റിയാലിറ്റി, അങ്ങനെ ധാരാളം വിവിധ സെക്ടറുകളിലെ ഓരോ ദിവസത്തെയും പെർഫോമൻസ് അറിയാൻ വിവിധ സെക്ടർ ഇൻഡെക്സുകളുടെ ലൈവ് ഡാറ്റ നമുക്ക് NSE വെബ്സൈറ്റിൽ കാണാൻ കഴിയും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്ലാസ് റൂമിലെ പരീക്ഷാ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വേറൊരു ഉദാഹരണം എടുത്താൽ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് ക്ലാസ് റൂമിലെ പാവപ്പെട്ട കുട്ടികളുടെ റിസൾട്ട് വേറെ തന്നെ വേണമെന്ന് കരുതുക. അപ്പോൾ അവിടെ ആ കുട്ടികളുടെ വാർഷിക വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് നമ്മളൊരു തീരുമാനത്തിലെത്തേണ്ടി വരും. അപ്പോൾ അതിൽ അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ടാകാം. ഇത് സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ അങ്ങനെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ നിഫ്റ്റി കൺസംഷൻ എന്നൊരു ഇൻഡെക്സ് ഉണ്ട്. ഇവിടെ പല സെക്ടറുകളിലെ സ്റ്റോക്കുകളെ അതിൻ്റെ കൺസംഷൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്ത ഇൻഡെക്സാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ഫുഡ് പ്രൊഡക്റ്റുകളുണ്ട്, FMCGയിലെ മറ്റ് കോസ്മെറ്റിക് ഐറ്റംസ് ഉണ്ട്, അതുപോലെ ഓട്ടോ കമ്പോണൻസ് ഉണ്ട് അതിൽ. കാരണം അതെല്ലാം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളാണ്. അതുപോലെ നമ്മൾ സർവീസ് കൺസ്യൂം ചെയ്തുകൊണ്ട് സർവീസ് കമ്പനികളുമുണ്ട്. അതുപോലെ ടെലികോം കമ്പനികളുണ്ടാവും. അതുപോലെ ഹെൽത്ത് കെയർ മേഖലയിലുള്ള നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സർവീസസിൻ്റെ അതിൻ്റെ സ്റ്റോക്കുകളുണ്ടാവും. അതുപോലെ പവർ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സാധനമാണ്, അതിൻ്റെ സ്റ്റോക്കുകളുണ്ടാവും. അതുപോലെ നമ്മൾ റിയൽ എസ്റ്റേറ്റുകൾ നമ്മൾ വാങ്ങുന്നുണ്ട്, അതിൻ്റെ സ്റ്റോക്കുകളും അതിലുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള മൊത്തത്തിൽ ആ ഒരു കൺസംഷൻ എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സാണ് ഈ പറയുന്ന നിഫ്റ്റി കൺസംഷൻ ഇൻഡെക്സ്. അപ്പോൾ ഇത്തരം ഇൻഡെക്സുകളെ നാം തീമാറ്റിക് ഇൻഡെക്സുകൾ എന്നാണ് പറയുക. അപ്പോൾ സെക്ടറൽ ഇൻഡെക്സുകൾ വേറെയാണ്, ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സുകൾ വേറെയാണ്, തീമാറ്റിക് ഇൻഡെക്സുകളും വേറെയാണ്. അപ്പോൾ തീമാറ്റിക് ഇൻഡെക്സുകൾ NSEയിൽ നോക്കുകയാണെങ്കിൽ 17ഓളം തീമാറ്റിക് ഇൻഡെക്സുകൾ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി കമ്മോഡിറ്റീസ്, നിഫ്റ്റി ഇന്ത്യ കൺസംഷൻ,
അതുപോലെ നിഫ്റ്റി CPSE, അതായത് സെൻട്രൽ പബ്ലിക് സർവീസ് എൻ്റർപ്രൈസസ്, അതായത് PSU കമ്പനികളുടെ ഇൻഡെക്സ്, അതൊരു തീമാണ്. അതുപോലെ നിഫ്റ്റി എനർജി ഇൻഡെക്സ് ഉണ്ട്, അതിൽ എല്ലാ എനർജിയും വരും, ഓയിൽ ഗ്യാസ് എല്ലാം അതിൽ വരും. അതേപോലെ നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ കമ്പനികളുടെ ഇൻഡെക്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ സെക്ടോറൽ ഇൻഡെക്സുകളല്ല, മറിച്ച് ഇതൊക്കെ തീമാറ്റിക് ഇൻഡെക്സുകളാണ്. കാരണം അവിടെ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള പലവിധ കമ്പനികളും അതിലുണ്ടാവാം, എഞ്ചിനീയറിംഗ് കമ്പനികളുണ്ടാവാം, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കമ്പനികളുണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് തീമാറ്റിക് എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു തീമാറ്റിക് ഇൻഡെക്സിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ 17ഓളം ഉണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ പുതുതായിട്ട് അവതരിപ്പിക്കാൻ പോകുന്ന ഇൻഡെക്സാണ് നിഫ്റ്റി EV ആൻഡ് ന്യൂ ഏജ് ഓട്ടോമോട്ടീവ് ഇൻഡെക്സ്. അതായത് ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻഡെക്സ്. ഇപ്പോൾ നിഫ്റ്റിയിൽ ഓട്ടോ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഇൻഡെക്സ് ഉണ്ട്, അതിൽ ഓട്ടോമൊബൈൽ കമ്പനികൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ അതല്ല, ഇലക്ട്രിക് വെഹിക്കിൾ തീമുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സുകളാണ്. അതിൽ ഓട്ടോമൊബൈൽ കമ്പനികൾ മാത്രമല്ല ഉണ്ടാകുക, അത് മറ്റ് പല സെക്ടറിലുള്ള കമ്പനികൾ അതിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിലെ ട്രാൻസ്പോർട്ട് നമുക്കറിയാം പൂർണ്ണമായും EVയിലേക്ക് മാറുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ് ലോകവും നമ്മുടെ രാജ്യവും എല്ലാം ഉറ്റുനോക്കുന്നത്. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് EV മേഖലയിലെ ഒരു ഇക്കോ സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ട്. ആ ഇക്കോ സിസ്റ്റത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ മാനുഫാക്ചറിങ് കമ്പനികൾ മാത്രമല്ല ഉള്ളത്. ഇപ്പോൾ ഓട്ടോമൊബൈൽ നിർമ്മിക്കുന്ന ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ്, ഒലക്ട്ര, ഗ്രീൻ ടെക് പോലെയുള്ള കമ്പനികൾ മാത്രമല്ല ഉള്ളത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെയും EV തീമിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെയും പല കമ്പനികളുണ്ടാവും. ഈ ഇൻഡെക്സിൽ വരുന്ന സെഗ്മെൻറ്റുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് ഓട്ടോമൊബൈൽ ഓട്ടോ കമ്പോണൻസിൻ്റെ ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അതിലാണ് നമുക്ക് ഈ ടാറ്റ മോട്ടോഴ്സ്, ഐഷർ മോട്ടോഴ്സ് പോലെയുള്ള, അല്ലെങ്കിൽ മഹീന്ദ്ര പോലെയുള്ള കമ്പനികൾ, അതുപോലെ സംവർദ്ധന മോട്ടോഴ്സ് അല്ലെങ്കിൽ ഓട്ടോ കമ്പോണൻസ് നിർമ്മിക്കുന്ന കമ്പനികളൊക്കെ അതിലാണ് വരിക. ഇനി ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്റ്റോക്കുകളും ഇതിലുണ്ടാവും. ഉദാഹരണത്തിന് ഓട്ടോ കമ്പനികൾക്ക് IT സർവീസ് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട 2 IT കമ്പനികളാണ് ടാറ്റ എൽഎക്സിയും KPIT ടെക്നോളജീസും. ഇതും ഈ ഒരു ഇൻഡെക്സിലുണ്ട്. ഇതുകൂടാതെ ചില കെമിക്കൽ കമ്പനികൾ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പ്രൊഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ്, ടാറ്റ കെമിക്കൽസ്, അതുപോലെ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ഇതൊക്കെ EV സെഗ്മെൻറ്റുമായിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെടുന്ന കമ്പനികളാണ്. അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സ്, ആ ഒരു മേഖലയിൽ ഇപ്പോൾ ഉദാഹരണത്തിന് സെമി കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന CG പവർ എന്നുള്ള കമ്പനിയുണ്ട്. അതുപോലെ വാഗണുകളും ബോഡിയൊക്കെ നിർമ്മിക്കുന്ന ജൂപ്പിറ്റർ വാഗൺസ് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു തീമിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓയിൽ ആൻഡ് ഗ്യാസ് ആൻഡ് കൺസ്യൂമബിൾ ഫ്യൂവൽസ് സെഗ്മെൻറ്റിൽ വരുന്ന റിലയൻസ് ഈ ഒരു തീമാറ്റിക് ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കൂടാതെ കൺസ്യൂമർ സർവീസസ് മേഖലയിലുള്ള രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കമ്പനിയും ഈ ഒരു ഇൻഡെക്സിൽ സ്ഥാനം പിടിച്ചതായിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഇൻഡെക്സിൻ്റെ സെക്ടോറൽ ക്ലാസിഫിക്കേഷൻ. അതായത് ഈ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള പല വിവിധ സെക്ടറുകളിൽ നിന്നുള്ള സ്റ്റോക്കുകൾ ഇതിലേക്ക് വരും എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് അത് എല്ലാ 6 മാസം കൂടുമ്പോഴും അത് റീകൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും, അഥവാ റീബാലൻസ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റം NSEയിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിൽ അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്കുകൾ ഔട്ടാവും. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് ഇതിൻ്റെ മാനദണ്ഡം. അപ്പോൾ 6 മാസത്തെ ആവറേജ് ഫ്രീ ഫ്ലോട്ട് എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു റീബാലൻസിങ് ഈ സ്റ്റോക്കിൽ നടക്കുക. മറ്റൊരു പ്രത്യേകത, ഇവിടെ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിലുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഗ്രൂപ്പ് A എന്നാണ് അവർ വരുന്നത്. അപ്പോൾ ആ മാനുഫാക്ചറിങ് സെഗ്മെൻറ്റ് ഉദ്ദേശിക്കുന്നത് 2 വീലർ, 3 വീലർ, 4 വീലർ മാനുഫാക്ചറിങ്, അതുപോലെ പാസഞ്ചർ വെഹിക്കിള്, കമേഴ്ഷ്യൽ വെഹിക്കിള് മാനുഫാക്ചർ ചെയ്യുന്ന അത്തരം കമ്പനികളുടെ ടോട്ടൽ പ്രസൻസ് ഇതിൽ 40% കൂടുതൽ ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റ് സെക്ടറുകൾക്ക് ബാക്കി 60% നീക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം 40% മാത്രമാണ് ഈ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൂടാതെ ഇങ്ങനെ സെലക്ട് ചെയ്യുന്ന മാനുഫാക്ചറിങ് കമ്പനികൾ അവരുടെ ഒരു കമ്പനിയുടെ വെയിറ്റേജ് 8% കൂടുതലില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സ് നല്ല മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനി ആണെങ്കിൽ പോലും ഈ ഇൻഡെക്സിൽ അതിൻ്റെ വെയിറ്റേജ് 8% കൂടുതൽ, മാക്സിമം കൊടുക്കുന്ന ഒരു സ്റ്റോക്കിന് കൊടുക്കുന്ന വെയിറ്റേജ് 8% മാത്രമായിരിക്കും. ഇനി മാനുഫാക്ചറിങ് സെഗ്മെൻറ്റിൽ അല്ലാത്ത മറ്റ് സ്റ്റോക്കുകൾക്ക് 4% വെയിറ്റേജാണ് ഈ ഇൻഡെക്സിൽ കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഇൻഡെക്സിൽ ടോട്ടൽ 33 കമ്പനികളാണുള്ളത്. അതിനൊരു ആൽഫബറ്റിക് ഓർഡർ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ലിസ്റ്റിൽ അമരരാജ, അതുപോലെ അശോക് ലൈലൻഡ്, ബജാജ് ഓട്ടോ, ഭാരത് ഫോർജ്, ബോഷ് ലിമിറ്റഡ്, CG പവർ, ഐഷർ മോട്ടോഴ്സ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ്, ഹീറോ മോട്ടോർ കോപ്പ്, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽ, അതുപോലെ JBM ഓട്ടോ, ജൂപ്പിറ്റർ വാഗൺസ്, KPIT ടെക്നോളജീസ്, L&T ടെക്നോളജി സർവീസസ്, മഹീന്ദ്ര, മാരുതി സുസുക്കി, മിൻഡ കോർപ്പറേഷൻ, മദേഴ്സൺ സുമി, അതുപോലെ ഒലക്ട്ര ഗ്രീൻ ടെക്, രത്തൻ ഇന്ത്യ എൻ്റർപ്രൈസസ്, റിലയൻസ് ഇൻഡസ്ട്രീസ്, സംവർദ്ധന മദേഴ്സൺ,
അതുപോലെ ഷാഫ്ലർ ഇന്ത്യ, സോണ BLW, TVS മോട്ടോർ കമ്പനി, അതുപോലെ ടാറ്റ കെമിക്കൽസ്, ടാറ്റ എലക്സി, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ ടെക്നോളജീസ്, ട്യൂബ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്, യൂറോമിൻഡ, വെറോക്ക് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ 33 സ്റ്റോക്കുകളാണ് നമുക്ക് ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ കഴിയുക. ഈ ഇൻഡെക്സിലെ ടോപ്പ് 10 കമ്പനികൾ, അതായത് വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കാണുന്ന ടോപ്പ് 10 കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ കാണുന്നത് ബജാജ് ഓട്ടോ ആണ്. അതിന് 7% വെയിറ്റേജ് ഉണ്ട്. ടാറ്റ മോട്ടോഴ്സിന് 6%, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയ്ക്ക് 5%, മാരുതി സുസുക്കിയാണ് നെക്സ്റ്റ്, അത് 5%, എക്സൈഡ് ഇൻഡസ്ട്രീസിന് ഏകദേശം 4%, ബോഷിന് 4%, സംവർദ്ധന മദേഴ്സിന് 4%, ഐഷർ മോട്ടോഴ്സ് 4%, CG പവറിന് 4%, ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിന് 4%. ഇതാണ് ടോപ്പ് 10 കമ്പനികളായിട്ട് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ കാണാൻ കഴിയുക. അപ്പോൾ ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്താ വെച്ചാൽ, എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു ഇൻഡെക്സ്, ഇതിനെക്കൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് എന്താണ് ഗുണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇൻഡെക്സിനെ ബേസ് ചെയ്തുകൊണ്ട് ഇനി ഈ ഫണ്ട് മാനേജേഴ്സ് അതിൻ്റെ പാസീവായിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യും. ഈ അസറ്റ് മാനേജേഴ്സിന് ഇത് വളരെ ഈസി ആയിട്ട് മ്യൂച്വൽ ഫണ്ട് വലിയ എക്സ്പെൻസ് റേഷ്യോ ഇല്ലാതെ തന്നെ മാർക്കറ്റിൽ ഇറക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഒരു ഗുണം എന്ന് വെച്ചാൽ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ETF മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഇൻവെസ്റ്റേഴ്സിന് വേണമെങ്കിൽ ഈ ടീമിനെ മൊത്തം വാങ്ങുന്ന രീതിയിൽ ഈ 33 സ്റ്റോക്കുകളിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ETF വാങ്ങിച്ചാൽ മതി. ഇങ്ങനെ ഉള്ള ഗുണങ്ങളുണ്ട്. മൂന്നാമത് വരാൻ പോകുന്ന ഒരു ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളേതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങി, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ടാറ്റ മോട്ടോഴ്സ് വാങ്ങിയിരിക്കുന്നു, ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്യേണ്ടത് ഈ ബെഞ്ച് മാർക്കായിട്ടുള്ള ഈ ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം. അപ്പോൾ ഇത് നമുക്കറിയാം, ടാറ്റ മോട്ടോഴ്സ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ തീമിലുള്ള ഒരു സ്റ്റോക്കാണ്. അതുപോലെ ഒലക്ട്ര ഗ്രീൻ ടെക് ഇലക്ട്രിക് തീമിലുള്ള ഒരു സ്റ്റോക്കാണ്. JBM ഓട്ടോ അങ്ങനെയുള്ള ഒരു സ്റ്റോക്കാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും Nifty 50-ആയിട്ടല്ല, അല്ലെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പുമായിട്ടല്ല. നമ്മളത് കമ്പയർ ചെയ്യേണ്ടത് എപ്പോഴും ഈ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ ഇൻഡെക്സുമായിട്ടാണ് അതിനെ കമ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗുണം കൂടി നമുക്ക് ഈ ഒരു ഇൻഡെക്സ് ഫോളോ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പുതിയ ഇൻഡെക്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.